ഹായ് ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രാജിക് ഇൻസിഡന്റ്, അതായത് എല്ലാ ദിവസത്തെയും പോലെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച എടുത്തു നോക്കിയാൽ പല തവണയായി ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇന്നലെ ഹൈദരാബാദിലാണ് സംഭവിച്ചത്. ഓരോ സ്റ്റേറ്റ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലിടയ്ക്ക് വെച്ച് നടക്കുന്നു, രാജസ്ഥാനിലിടയ്ക്ക് വെച്ച് നടക്കുന്നു. ഇപ്പോ തെലങ്കാനയിലെ ഹൈദരാബാദില് ഒരു തീപിടുത്തത്തിൽ കുറെ ആൾക്കാർ മരിച്ചു. അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ തീപിടുത്തത്തിൽ 8 ആൾക്കാർ മരിച്ചു. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഈ പറഞ്ഞ ഫയർ സേഫ്റ്റി നോംസ് ഒന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉത്തരവാദിയാണ്, അവിടുത്തെ ഈ ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷൻസ് ഉത്തരവാദികളാണ്, ഈവൻ സെൻട്രൽ ഗവൺമെന്റ് പോലും ഉത്തരവാദികളാണ്. കാരണം ഇതിന് വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിട്ട് സ്റ്റേറ്റുകളെയൊക്കെ റെസ്പോൺസിബിൾ ആക്കാത്ത അവരും ഉത്തരവാദികളാണ്. ഒരു വളരെ പിന്നീട് എന്താ പറയുക, വിലപ്പെട്ട ജീവനുകളാണ് ഇതുവഴി നഷ്ടപ്പെട്ടത്. ഇന്നലെ തന്നെ ഏതാണ്ട് 25 പേരാണ് 2 ഫയർ ആക്സിഡന്റ്സിൽ മരിച്ചത്. കേരളത്തിൽ കോഴിക്കോട് ഇന്നലെ ഫയർ ആക്സിഡന്റ് ഉണ്ടായി, ആരും മരിക്കാൻ നമ്മളുടെ ഭാഗ്യം. അപ്പം ഇതിനെക്കുറിച്ച് ഹിന്ദുവിലൊക്കെ സ്ഥിരം എഡിറ്റോറിയൽസ് വരാറുണ്ട്. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ലോകത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും എന്താ പറയുന്ന ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോ 2 ഫയർ ആക്സിഡന്റ്സ്, അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ അവിടെ അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് പാക് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ആർമി എന്നൊരു ന്യൂസ്. അതായത് ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ ഉണ്ടാക്കിയ സീസ് ഫയർ അഗ്രിമെന്റ്, വെടിനിർത്തൽ കരാർ, അത് 18-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷെ ഇന്ത്യ പറയുന്നത് അങ്ങനെ ഒരു ടൈം ലിമിറ്റും ഇല്ല, അത് ഒരു അൺഎൻഡിങ് ആയിട്ടുള്ള ഒരു സീസ് ഫയർ അഗ്രിമെന്റ് ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇന്ത്യ പറയുന്നു. അവിടെയും വേറൊന്നും പറയാനില്ല. പക്ഷെ പറയാനുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ടു അപ്രൈസ് FATF ഓഫ് ടെറർ ബേസസ് ഇൻ പാകിസ്ഥാൻ. വാട്ട് ഈസ് FATF? FATF മീൻസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. വാട്ട് ഈസ് FATF? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, യുണൈറ്റഡ് നേഷൻസിന്റെ ഡെസിഗ്നേറ്റഡ് ബോഡി ടു കർബ് ടെറർ ഫിനാൻസിങ്. Some countries are engaging in terror financing, and Pakistan is one among them, no doubt about it. The world knows it, but still they are getting support from different corners of the world. Adhinu doubt illa. And some organizations in some countries are supporting terror. Avare ellare, and some persons in countries are supporting terror through finances. So all these kinds of activities will come under the scrutiny of FATF, Financial Action Task Force, the designated UN watchdog for curbing terror financing, FATF. And its headquarters is in Paris. എവിടെയാണ്? പാരീസിൽ. ഈ ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആയിട്ട് പാകിസ്ഥാൻ ടെറർ ഫിനാൻസിങ് നടത്തുന്നുവെന്ന് FATFന്റെ മുന്നിൽ പ്രൂവ് ചെയ്തതുകൊണ്ട് FATF പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ലിസ്റ്റിന്റെ പെടുത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. പക്ഷേ പിന്നീട് പാകിസ്ഥാൻ കുറെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് FATFനെ ബോധ്യപ്പെടുത്തിയിട്ട് ഗ്രേ ലിസ്റ്റിൽ നിന്ന് അവർ റിമൂവ് ചെയ്തു. ബ്ലാക്ക് ലിസ്റ്റിലായി പോയോണ്ടല്ലോ പിന്നെ ഒരു ഫണ്ടിങ്ങും കിട്ടൂല IMF നിന്നും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും. അപ്പൊ എന്തായാലും FATFിൽ വീണ്ടും ഇന്ത്യ പോവുകയാണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ. അതാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയാൻ ചെറിയ ന്യൂസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അതാണ് ഉള്ളത്. ബാക്കി ഫ്രണ്ട് പേജിലൊന്നുമില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഈ ഫയർ ആക്സിഡന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഹൈദരാബാദിൽ നടന്ന ഫയർ ആക്സിഡന്റിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. അതുപോലെ അവിടെ പെട്ടെന്ന് പറയാം, തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ് എന്ന് എല്ലാവർക്കും അറിയാം. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി ആണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? പിന്നെ ഡൽഹിയില് അതൊന്നും നമുക്ക് ആവശ്യമില്ല, വേണ്ട. താഴോട്ട് വരുമ്പോ ഇല്ല, വേറൊരു ന്യൂസ് നമുക്ക് അവിടെ ആവശ്യമില്ല. അതിനടുത്ത പേജിൽ പോകുന്നു. സ്റ്റാലിൻ urges CMs to oppose presidential reference. Presidential reference എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 143 അണ്ടറിൽ ഇന്ത്യയുടെ പ്രസിഡന്റിന് പ്രസിംഗ് ആയിട്ടുള്ള ലീഗൽ മാറ്റേഴ്സിൽ ഒപ്പീനിയൻ തേടാം സുപ്രീം കോടതിയുടെ. അതാണ് presidential reference. And Draupadi Murmu in the last week made some presidential references to Supreme Court. I think around 14 questions are there. അതിന് ക്ലാരിറ്റി വെച്ചേക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല ആർട്ടിക്കിൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലുണ്ട്, നമുക്ക് അവിടെ പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും സ്റ്റാലിൻ അതിനെ ഒപ്പോസ് ചെയ്തേക്കാണ്. വേറൊരു കാര്യം, ഡൽഹി CM ലോഡ്സ് ട്രേഡേഴ്സ് വാട്ട് സിറ്റീസ് ഫോർ ബോയ്കോട്ടിംഗ് ടർക്കി ആൻഡ് അസർബൈജാൻ. ടർക്കിയെ എന്ന് പറഞ്ഞ രാജ്യത്തിനും അസർബൈജാൻ എന്നുള്ള രാജ്യത്തിനും അഗേൻസ്റ്റ് ആയിട്ട് വലിയൊരു വികാരം ഇന്ത്യയിലുണ്ടല്ലോ. വാട്ട് ഈസ് ദ റീസൺ? These two countries are openly supporting Pakistan during our targeted attack against Pakistan. Also, these 2 countries openly supported Pakistan.
ചൈന പോലും ഓപ്പൺ ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അതാണ് ഇന്ത്യക്ക് അവരുമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഡൽഹിയുടെ CM ആരാണ്? രേഖ ഗുപ്ത. താഴോട്ട് വരുമ്പോ ബാക്കി അവിടെ ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജ് പോകുന്നു. ഇന്നത്തെ എഡിറ്റോറിയൽസ്, ഇന്നത്തെ ആർട്ടിക്കിൾസ് എല്ലാം വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഷോ ഓഫ് കാർഡ്സ് എന്ന് പറയുന്ന നമ്മളുടെ ആദ്യത്തെ ആർട്ടിക്കിൾസ്. ഷോ ഓഫ് കാർഡ്സ് എന്ന് പറയുന്ന നമ്മളുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഇന്നത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഡിഫറെന്റ് പാർട്ടീസിൽ നിന്നുള്ള ഒപ്പോസിഷൻ പാർട്ടീസും റൂളിംഗ് പാർട്ടീസും എന്നൊക്കെയുള്ള MP-മാര് ലോകത്തിലെ പല രാജ്യങ്ങളുടെ ക്യാപിറ്റലിലേക്ക് സെൻഡ് ചെയ്യാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ക്യാപിറ്റൽസിലേക്ക് സെൻഡ് ചെയ്യാണ് ടു എക്സ്പോസ് പാകിസ്ഥാൻസ് നെഫോറിയസ് ഡിസൈൻസ് ആൻഡ് ദെയർ ഇൻവോൾവ്മെന്റ് ഇൻ ടെററിസം ആൻഡ് ദർ ഓപ്പൺ സപ്പോർട്ട് ഫോർ ടെററിസം. അതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക്, യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും ഒക്കെ വിടിയാണ് ഇന്ത്യയുടെ ഡെലിഗേഷൻസിന്. അത് വളരെ നല്ല ഒരു എഫേർട്ടാണ് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈഡ് എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതില് നമ്മളെ ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഡിഫറെന്റ് റിലീജിയൻസ്, ഡിഫറെന്റ് കാസ്റ്റ്, ഡിഫറെന്റ് റീജിയണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉള്ളവരെ എടുത്തിട്ടുണ്ട്. MP-മാര് മാത്രമല്ല, നമ്മളുടെ പഴയ ഡിപ്ലോമാറ്റുകൾ, നയതന്ത്ര വിദഗ്ധരും ഒക്കെ ആ ഗ്രൂപ്പിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ഡിഫറെന്റ് റിലീജിയൻസ്, ഇപ്പൊ ഒവൈസി എന്ന് പറഞ്ഞ മുസ്ലിം MP വരെ അതിൻ്റെ അകത്തുണ്ട്. അദ്ദേഹം ഒരു ഓപ്പൺ ക്രിട്ടിക് ഓഫ് മോദി ഗവൺമെന്റ് ആണ്. സ്റ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ഇൻക്ലൂഡ് അസാസുദ്ദീൻ ഒവൈസി, ദ ഓപ്പൺ ക്രിട്ടിക് ഓഫ് മോദി ഗവൺമെന്റ്, ഇൻ ദിസ് ഡെലിഗേഷൻ ടു അപ്രൈസ് വേരിയസ് കൺട്രീസ് റിഗാർഡിംഗ് the terrorism emanating from Pakistani soil and the open support of Pakistan government to the terrorist organizations working inside the Pakistan. അതാണ്. അപ്പൊ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അപ്പം ഇതിനൊരു കാരണമുണ്ട്. ഇന്ത്യ പ്ലൂറലിസ്റ്റിക് ആണെന്നും ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെന്നും ഇന്ത്യ ഇൻക്ലൂസീവ് ആണെന്നുള്ള ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാനാണ്. പക്ഷെ പാകിസ്ഥാന്റെ ഫൗണ്ടേഷൻ പോലും അങ്ങനെ അല്ലായിരുന്നു നമുക്കറിയാം. പാകിസ്ഥാന്റെ ഫൗണ്ടിങ് പോലും അങ്ങനെ അല്ലായിരുന്നു നമുക്കറിയാം. പാകിസ്ഥാൻ ഫൗണ്ട് ചെയ്ത 2 nation തിയറിയിലാണ് അത് ഒരു റിലീജിയൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഹേട്രഡിന്റെ ബേസിൽ അത് ഫോം ചെയ്തത്. പാകിസ്ഥാന്റെ ആർമി ചീഫായ അസീം മുനീർ ഓപ്പൺ ആയിട്ട് 2 nation തിയറി ഇപ്പൊ ഈ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യേണ്ടവരല്ലെന്ന് പറയുകയും ചെയ്തു. അതാണ് പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന്റെ ട്രിഗറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഫെയിൽഡ് കൺട്രിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നെറേറ്റീവാണ് ഇന്ത്യ വേൾഡിന് മുന്നിൽ ഈ പറഞ്ഞ ഡെലിഗേഷൻ വഴി സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്. അതേ സമയത്ത് പക്ഷെ അവിടെ ഒരു ആവശ്യമില്ലാത്തൊരു വിവാദം ഉണ്ടായി. ശശി തരൂരിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് പറയുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ ലിസ്റ്റിൽ തരൂരിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ അവസാനം കോൺഗ്രസിന് തരൂരിനെയും പെർമിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് ആവശ്യമില്ലാത്ത ഒരു വിവാദമായി. ഇപ്പൊ എന്തായാലും തരൂർ ഇപ്പൊ ഈ BJP-യിലോ കോൺഗ്രസിലോ ഉള്ള ഏത് ലീഡേഴ്സിനെക്കാളും ഈ പറഞ്ഞ ഫോറിൻ അഫയേഴ്സിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ്. ഹി വാസ് എ ഡിപ്ലോമാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ തരൂരിന്റെ സേവനം നമുക്ക് വേണ്ടതുമാണ്. പക്ഷെ എന്തായാലും അനാവശ്യമായ വിവാദം ഒഴിവാക്കാമായിരുന്നു എന്നും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ ടഫ് ടൈമിംഗ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ടഫ് ടൈമിംഗ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇന്ത്യയുടെ ഒരു പരാജയത്തിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പരാജയം നമുക്ക്, പക്ഷെ അത് സയൻസ് ആണ്, അതിൽ എക്സ്പെരിമെന്റ്സ് ആണ്, പ്രൂവൻ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ളവർക്ക് പോലും പരാജയങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ബ്ലെയിം ചെയ്യുന്നതല്ല, എഡിറ്റോറിയലിൽ അങ്ങനെ ബ്ലെയിമിംഗ് അല്ല ചെയ്തേക്കുന്നത്. പക്ഷെ ISROയുടെ ചലഞ്ചസിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയലിലെ വിഷയം. ISROയെ കുറിച്ചാണ്. ISRO ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു PSLV C61 എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച്, PSLV C61 എന്ന് പറഞ്ഞ മിഷൻ ഉപയോഗിച്ച് EOS-09 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് സെൻഡ് ചെയ്യാൻ പോയായിരുന്നു. EOS-09 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09. ഓൾറെഡി ഇന്ത്യയുടെ 8 സാറ്റലൈറ്റ്സ് ഈ പാകിസ്ഥാനെ അങ്ങനെയുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇത് 9ാമത്തെ സാറ്റലൈറ്റ് ആയിരുന്നു. പക്ഷേ അത് കൂടുതൽ കാപ്പബിലിറ്റീസ് ഉള്ള സാറ്റലൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് ഉള്ളപ്പോഴത്തേക്കും ഈ ഭൂമിയിൽ നടക്കുന്ന മൂവ്മെന്റ്സിന് പിന്നീട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന റെസൊല്യൂഷൻ ഉള്ള ക്യാമറാസ് ഒക്കെ ഉള്ള ഒരു സാറ്റലൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് കാശ്മീർ, അതിനകത്ത് അപ്പുറത്ത് കിടക്കുന്ന പാക് കാശ്മീർ, അതിനെയൊക്കെ നന്നായിട്ട് പിന്നീട് അനലൈസ് ചെയ്യാനും അവിടെ നടക്കുന്ന ടെറർ ക്യാമ്പുകളെ കണ്ടുപിടിക്കാനും ഒക്കെ കഴിയുന്ന സാറ്റലൈറ്റ് ആയിരുന്നു. അപ്പോൾ അത്രയും ഡിഫൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സാറ്റലൈറ്റ് ആയിരുന്നു. അപ്പോൾ ISRO സത്യത്തിൽ ഉറപ്പായിട്ട് വിജയിക്കുമെന്നാണ് കരുതുന്നത്. കാര്യം ISROയുടെ ഈ PSLV മിഷൻസ് ആകെപ്പാടെ 1-2 എണ്ണ PSLVയുടെ ഹിസ്റ്ററിയിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് MP-മാരെയൊക്കെ ഈ ഒരു
ലോഞ്ചിങ് കാണാൻ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ ആ പരാജയം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ വീണ്ടും വിജയിക്കുന്നതാണ് ISROയുടെ ചരിത്രം. എന്ത് പരാജയം ഉണ്ടായാലും ഇതൊരു 4 സ്റ്റേജ് ലോഞ്ചിങ് ആയിരുന്നു. അല്ലെ 3rd സ്റ്റേജിൽ വന്ന ഒരു എഞ്ചിൻ റിലേറ്റഡ് കംപ്ലൈന്റ് കൊണ്ടാണ് ഇത് പറ്റിയേക്കുന്നതെന്നാണ് വി നാരായണൻ ISROയുടെ ചെയർമാൻ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നം ഉണ്ടായ ഈ സമയത്ത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു, പക്ഷെ സംഭവിച്ചു. ഇനി ഇന്ത്യയുടെ സർവേലൻസ്, ഈ സ്പേസ് ബേസ്ഡ് സർവേലൻസ് എല്ലാ രാജ്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ലോകത്തിലെ സൂപ്പർ പവേഴ്സിനെല്ലാം. അപ്പൊ സ്പേസ് ബേസ്ഡ് സർവേലൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്ത്യ 52 സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ പോണത്. അതിൽ 31 പ്രൈവറ്റ് സെക്ടറാണ് ഉണ്ടാക്കുന്നത്. 52 സാറ്റലൈറ്റ്സ് സർവേലൻസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എസ്പെഷ്യലി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സർവേലൻസ് ഒക്കെ ഭയങ്കര ശക്തമാക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഒരു സ്മോൾ മാർജിൻ ഓഫ് എറർ പോലും അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് മാൽ ഫംഗ്ഷൻ പോലും ഇത്തരത്തിലുള്ള പരാജയങ്ങളിലേക്ക് കലാശിക്കും എന്നുള്ളതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ അമേരിക്കയിൽ ഉൾപ്പെടെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ വലിയ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ ഇടയ്ക്ക് ISROയ്ക്ക് 2 പരാജയങ്ങളുണ്ടായി ഈ വർഷം തുടങ്ങിയതിനു ശേഷം. ഈ NVS-02 എന്ന് പറഞ്ഞ ഇന്ത്യയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ്. ഈ നാവിഗേഷൻ എന്നുള്ള സംഭവം അറിയാലോ, നമ്മള് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണല്ലോ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്നത്. GPS ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ആണ് വേൾഡിലെ ഏറ്റവും വലിയ നാവിഗേഷൻ സിസ്റ്റം. ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേര് നാവിക് എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നുള്ളൊരു ഷോർട്ട് ഫോം ആണ് നാവിക് എന്നുള്ളത്. അപ്പൊ ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റം നാവിക്, അമേരിക്കയുടെ നാവിഗേഷൻ സിസ്റ്റം GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പൊ നാവിക് 7 സാറ്റലൈറ്റ്സ് ആ ഉള്ളത്. ഇനിയിപ്പോ അതിന്റെ എക്സ്റ്റൻഷനാണ് അടുത്ത NVS എന്നുള്ള പേരിൽ കൂടുതൽ സാറ്റലൈറ്റ്സ് ആ ഒരു ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അതിൽ NVS-02 എന്ന് പറഞ്ഞ ഇന്ത്യയുടെ സെക്കൻഡ് ഈ പറഞ്ഞ സാറ്റലൈറ്റ്, ഓരോ നമ്പറിങ് 1ാമത്തെ സാറ്റലൈറ്റ് 2ാം സാറ്റലൈറ്റ് അങ്ങനെ ഈ സെക്കൻഡ് സാറ്റലൈറ്റ് ഈ വർഷം ജനുവരിയിൽ ലോഞ്ച് ചെയ്യപ്പോഴും ISROയ്ക്ക് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചാൽ. എന്തായാലും പരാജയത്തിൽ പെട്ടെന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുന്നവരാണ് ISRO. അതാണ് ചരിത്രം. അപ്പൊ എന്തായാലും അത് നമ്മൾ അനാവശ്യമായിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഇനി ആർട്ടിക്കിൾസ്. ഓപ്പറേഷൻ സിന്ദൂർ ഡൗട്ട്ഫുൾ ഡിറ്ററന്റ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിള് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹിന്ദു എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ആക്ച്വലി അവരുടെ ആർട്ടിക്കിൾസ് നമുക്ക് ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇന്നത്തെ ഹിന്ദുവിൽ 2 ആർട്ടിക്കിൾസും അത്തരത്തിലുള്ള 2 ആർട്ടിക്കിൾസാണ്. പക്ഷെ 2 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ എല്ലാവരുടെയും വ്യൂസ് മനസ്സിലാക്കണമല്ലോ. പക്ഷെ ഇതില് ഈ ഇടയ്ക്ക് ഹിന്ദുവിന്റെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന ഒരു സമയത്ത് മാലിനി പാർത്ഥസാരഥി. അവർ ഹിന്ദുവിന്റെ ഒരു ഓണറും കൂടെയാണ്. കസ്തൂരി ആൻഡ് സൺസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസ് ആണ് ഹിന്ദു പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിൽ മാലിനി പാർത്ഥസാരഥി അവരുടെ ഫാമിലിയിലുള്ള ഒരാളാണ്. അവർ പഴയ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്നു. അപ്പൊ ഈ മാലിനി പാർത്ഥസാരഥി ഓപ്പൺ ആയിട്ട് അവരുടെ എക്സ് ഹാൻഡിലിൽ ഈ ഇടയ്ക്ക് ഒരു ക്രിറ്റിസിസം ഇട്ടിരുന്നു. ഹിന്ദു പോലെ ഒരു പത്രത്തിലാണോ ഈ ഒരു ആർട്ടിക്കിൾ വന്നതെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല ആന്റി നാഷണൽ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതങ്ങനെ അവരെ എക്സിൽ പോസ്റ്റ് ചെയ്തത് വലിയ വിവാദമൊക്കെ ആയി. അപ്പൊ ഇപ്പോഴത്തെ ഈ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ ഉള്ള ആൾക്കാരുടെ പല നിലപാടുകളും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. സിദ്ധാർത്ഥ് ഭരതരാജൻ എന്ന് പറഞ്ഞ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു ഹിന്ദുവിന്റെ. ഇപ്പൊ അയാള് വയർ എന്ന് പറയുന്ന ഒരു ദ വയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പബ്ലിക്കേഷൻ നടത്തിയാണ്. അപ്പൊ അതിന്റെ വ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദ വയർ ഇടയ്ക്ക് വെച്ച് പല സംഭവങ്ങൾ പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ബാനൊക്കെ നേരിട്ടൊരു സംഭവം. ബാൻ നേരിട്ടിരുന്നത് എന്റെ ഓർമ്മ. അഥവാ ED അന്വേഷിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് വയറിനെ കുറിച്ച്. അപ്പം ഈ വയറിന്റെ ഇപ്പോഴത്തെ പത്രാധിപര അല്ലെങ്കിൽ വയർ തുടങ്ങിയ ആളാണ് ഹിന്ദുവിന്റെ ഒരു സമയത്ത് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദു അങ്ങനത്തെ ഒരു ലൈനിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലെ പല ആർട്ടിക്കിൾസ് നമുക്ക് ദഹിക്കൂല. അപ്പൊ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഡൗട്ട്ഫുൾ ഡിറ്ററന്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലുണ്ടല്ലോ, അല്ല ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇതിന്റെ അകത്തൊരു കണ്ടന്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പാകിസ്ഥാനിൽ എന്തൊക്കെ ചെയ്തെന്നും പാകിസ്ഥാൻകാർ തിരിച്ച് ഇന്ത്യയോട് എന്തൊക്കെ ചെയ്തെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ അത് പോരാ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് വേണ്ടതെന്നാണ് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലം. ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചടിക്കേണ്ടതെന്നും ഇങ്ങനെ ചെയ്യണമെന്നാണ് ഇവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടീസ് ഉൾപ്പെടെ പറഞ്ഞത്. അതിൽ അവസാനം ആ സീസ് ഫെയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടീസിന്റെ ഡിസഗ്രിമെന്റ് ഉണ്ടായത്. അതായത് ട്രംപിന്റെ മീഡിയേഷനിലാണ് ഉണ്ടാക്കിയെന്നും ഒക്കെ ഒരു നറേഷൻ വന്നു, ഒരു നറേറ്റീവ് വന്നു. അപ്പൊ അത് ഒക്കെ വന്നപ്പോഴാണ് ഒരു ഒപ്പോസിഷന്റെ ഇടയിൽ ഒരു ഡിസ്കോർഡ് ഉണ്ടായത് ഈ പറഞ്ഞ നമ്മളെടുത്ത നടപടികളിൽ. അല്ല നടപടികളിൽ ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ ഇയാൾ പറഞ്ഞ എന്താണെന്ന് അറിയുമോ, ഈ നടപടി തെറ്റാണെന്ന്. അതായത് നമ്മള് ഈ പിന്നീട് ഒരു സെക്കൻഡ് നമ്മൾ ഈ നടപടിയെ തെറ്റാണെന്നാണ് പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് ഇതിന്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്.
പിന്നീട് നമ്മളിപ്പോ ഈ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. ഡിപ്ലോമാറ്റിക്കലി അവർ ഐസൊലേറ്റ് ചെയ്യേണ്ടായിരുന്നു. ഈവൻ 2008 ഇന്ത്യയുടെ മുംബൈയിലെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായ സമയത്ത് നടന്ന ഈ പിന്നീട് നമ്മൾ അതിനുശേഷം ചെയ്ത കാര്യങ്ങളായിരുന്നു കറക്റ്റ് ആയിരുന്നു പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോവാതെ നമ്മള് അന്ന് ഈ അജ്മൽ കസബിനെ പിടിക്കാനും ബാക്കിയുള്ളവരെ കൊല്ലാനും കഴിഞ്ഞെന്ന നമ്മളെ മുന്നിൽ വന്ന് എഴുതിയേക്കുന്ന കണ്ടന്റൊക്കെ വെച്ച ചിരി വരത്തില്ല. കാര്യം നമ്മളെ മുന്നിൽ വന്ന് നമ്മളെ ആൾക്കാർ വെടിവെച്ച് വന്നോണ്ടിരിക്കുക. 166 പേര് മരിച്ചപ്പോ തിരിച്ചവന്മാര് വെടിവെച്ച് കൊല്ലത്തില്ല. പിന്നെ അവരവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വിളിക്കും. മുംബൈ സിറ്റിക്കകത്താ. ഇത് കാശ്മീരിലാണെങ്കിൽ അവർക്ക് അതിർത്തി വിട്ട് വേണമെങ്കിൽ കാശ്മീരിന് വെളിയിൽ പാകിസ്ഥാനിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഇത് പറ്റൂലല്ലോ. ഇത് മുംബൈ അതില് ഭീകരാക്രമണം നടത്തി കഴിഞ്ഞിട്ട് മുംബൈക്കകത്ത് നിന്ന് വെളിയിൽ പോകാൻ പറ്റുമോ? അവരപ്പോഴെ തന്നെ വെടിവെച്ചു വന്നു. അജ്മൽ കസമിന് മാത്രം പിടിക്കാൻ പറ്റി. പഹൽഗാമില് ഇതുവരെയ്ക്ക് അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരെ പിടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ ഇങ്ങനെ തിരിച്ചടി കൊടുക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അതുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഗ്രി ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം എനിക്കിതില് കണ്ടന്റിനോട് യോജിപ്പില്ല, പക്ഷെ നമ്മൾ എല്ലാ വ്യൂസും വായിക്കണം, അതുകൊണ്ട് വായിച്ചോളൂ. ഇനി രണ്ടാമത്തെ, എ കാസ്റ്റ് സെൻസസ് ഇസ് നോട്ട് എ സിൽവർ ബുള്ളറ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അത് അടുത്ത കോമഡി എന്താണെന്ന് വെച്ചാല്, കാസ്റ്റ് സെൻസസ് ആണ് വേണ്ടെന്ന് കഴിഞ്ഞ കുറെ കാലം കൊണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ് കാസ്റ്റ് സെൻസസ്. കാരണം ഇന്ത്യയിൽ 1931 മറ്റോ അവസാനം കാസ്റ്റ് സെൻസസ് ബ്രിട്ടീഷുകാർ നടത്തിയത്. അതിനുശേഷം ഇൻഡിപെൻഡന്റ് ഇന്ത്യ കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടില്ല. ആ കാസ്റ്റ് സെൻസസ് നടത്താത്തത് കൊണ്ട് ഇന്ത്യയിൽ ഒരു കറക്റ്റ് എംപിരിക്കൽ ഡേറ്റ അബൌട്ട് ഡിഫറെന്റ് കാസ്റ്റ് അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ വെൽഫെയർ സ്കീംസ് നടത്താൻ അത് ടാർഗറ്റഡ് ഡെലിവറി നടത്താൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഈ പറഞ്ഞ കുറച്ച് ഡോമിനന്റ് കാസ്റ്റുകൾക്ക് മാത്രമാണ് ഈ OBC റിസർവേഷന്റെ ബെനിഫിറ്റ്സ് ആയി കിട്ടുന്നത്. SC/STയിലും അത് പ്രിവാലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാസ്റ്റ് സെൻസസ് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് നടത്തണം എന്നുള്ളതായിരുന്നു ഇവിടുത്തെ എല്ലാവരുടെയും മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ബീഹാറിൽ അത് അവർ നടത്തുകയും ചെയ്തു. സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ, കർണാടകയിൽ നടത്തി, തെലുങ്കാനയിൽ ഈയിടയ്ക്ക് നടത്തി. അപ്പൊ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇന്ത്യയുടെ കാസ്റ്റ് സെൻസസ് ഇപ്പൊ ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ അടുത്ത വർഷം വരാൻ പോണ സെൻസസിനൊപ്പം. ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന പുള്ളി പറയുന്നത് കാസ്റ്റ് സെൻസസ് നടത്തേണ്ട ആവശ്യമില്ല. കാസ്റ്റ് സെൻസസിന്റെ ബേസിലല്ല ഇവിടെ ഇത്രയും കാലം റിസർവേഷൻ കൊടുത്തുകൊണ്ടത്. അത് പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആയിരുന്നു. ഈവൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം വഴിയാണല്ലോ OBC റിസർവേഷൻ ഇന്ത്യയിൽ നടപ്പാവുന്നത്. OBC റിസർവേഷൻ അതുവരെ ഇല്ല. ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ SC/ST റിസർവേഷനേ ഉള്ളായിരുന്നു. അപ്പൊ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ റിസർവേഷൻ കൊടുക്കുന്നത് പോലും പഴയ ബ്രിട്ടീഷുകാരുടെ പീരീഡിലെ ഡേറ്റ വെച്ചാണ്. എന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പം അതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അപ്പൊ നമ്മളൊരു പൊളിറ്റിക്കൽ വില്ല് കാണിച്ചാൽ മതി ഈ റിസർവേഷനൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള. അതല്ലാതെ കാസ്റ്റ് സെൻസസിന്റെ ബേസിലല്ല റിസർവേഷൻ. പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല. കാസ്റ്റ് സെൻസസ് നടത്തിയാലല്ലേ ഓരോ കാസ്റ്റിന്, ഇന്ത്യയിൽ എത്ര 6000-ഓളം കാസ്റ്റുകൾ ഒഫീഷ്യലി ഉണ്ട്. ഈ ഓരോ കാസ്റ്റിനും എത്ര വീതം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ കാസ്റ്റുകൾക്ക് ഇപ്പൊ OBC ഗ്രൂപ്പിലുള്ള തന്നെ ഉള്ളവർക്ക് അണ്ടർ റെപ്രസെന്റേഷൻ ആണോ, അവര് അൺറെപ്രസെന്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണ്ടേ. അപ്പൊ ടാർഗറ്റഡ് ഡെലിവറി ഓഫ് വെൽഫെയർ എന്ന് പറയുന്ന സംഭവം, ടാർഗറ്റഡ് ഡെലിവറി ഓഫ് റിസർവേഷൻ എന്ന് പറയുന്ന സംഭവം ഒക്കെ നടത്തുന്ന ഈ കാസ്റ്റ് സെൻസസ് വേണ്ടേ? അപ്പൊ ഇത്രയും കാലം വേണമെന്നായിരുന്നു, ഇപ്പൊ വേണ്ടതാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതിന് വളരെ പ്രോമിനൻസ് കൊടുത്താണ് ഹിന്ദു ഇതിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് ഈസിലി മനസ്സിലാവുന്ന ആർട്ടിക്കിളായതൊക്കെ. പക്ഷേ നമ്മളുടെ ഓപ്പൺ ആയിട്ടുള്ള കോമൺ കൺസെൻസസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് അതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന ആർട്ടിക്കിൾ. അതുകൊണ്ടാണ് എനിക്ക് അത്ര ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തത്. ഈ പേജിലൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ഇതൊരു ഇൻഫർമേറ്റീവ് ആർട്ടിക്കിൾ. ഇവിടെ പൊളിറ്റിക്സ് ഒന്നുമില്ല. എന്താണ് പ്രസിഡൻഷ്യൽ റെഫറൻസ്, അത്രേ പറഞ്ഞുള്ളൂ. വാട്ട് ഈസ് എ പ്രസിഡൻഷ്യൽ റെഫറൻസ്? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അകത്തുള്ളത്. എന്താണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് ഞാൻ പറഞ്ഞായിരുന്നു. ആർട്ടിക്കിൾ 43 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് പ്രസിംഗ് ആയിട്ടുള്ള ലീഗൽ മാറ്റേഴ്സ് ഉള്ളപ്പോ അവർക്ക് ഒപ്പീനിയൻ തേടാം നമ്മളുടെ സുപ്രീം കോടതിയിൽ. ആ ഒപ്പീനിയൻ ആണ് ഇപ്പോൾ അവർ തേടിയിരിക്കുന്നത് 14 മാറ്റേഴ്സിൽ. ആ 14 മാറ്റേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാം ആർട്ടിക്കിൾ 200 ആൻഡ് ആർട്ടിക്കിൾ 201 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട. ആർട്ടിക്കിൾ 200 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് പാസ്സാക്കുന്ന ബില്ലുകളിൽ ഗവർണർ എന്ത് ചെയ്യണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 200. ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത് 201 എന്ന് പറയുന്നത് ഈ ഗവർണർ ഈ ബില്ല് പ്രസിഡന്റിന് റെഫർ ചെയ്താൽ പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിലുണ്ട്. പ്രസിഡൻഷ്യൽ റെഫറൻസ് ചോദിക്കുന്ന ആർട്ടിക്കിൾ 143യുടെ ബേസിലാണ്. ഇനി അങ്ങനെ പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉണ്ടായാൽ സുപ്രീം കോർട്ട് ഇവിടെ പറയുന്നുണ്ട്. സുപ്രീം കോർട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് രൂപീകരിച്ചു വേണം ഇതൊരു ആൻസർ പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് രൂപീകരിച്ചു വേണം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ 5
പേര് മിനിമം ജഡ്ജിമാർ വേണമെന്ന് Article 140 of 5 of the Constitution provides that any such reference shall be heard by a bench of minimum 5 judges. മനസ്സിലായോ? അപ്പൊ ഇവിടെ എത്ര ആർട്ടിക്കിൾ വരുന്നു? ആർട്ടിക്കിൾ 143 ഞാൻ പറഞ്ഞു, ആർട്ടിക്കിൾ 200 ഞാൻ പറഞ്ഞു, ആർട്ടിക്കിൾ 201 ഞാൻ പറഞ്ഞു, ആർട്ടിക്കിൾ 145 ഞാൻ പറയാൻ പോകുന്നു. ആർട്ടിക്കിൾ 145 പ്രകാരം ഇത്തരത്തിലൊരു പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? മിനിമം 5 ജഡ്ജസിന്റെ ഒരു ബെഞ്ച് രൂപീകരിച്ച് ആ ബെഞ്ച് വേണം ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിൽ ആൻസർ പറയാൻ. അപ്പം ആർട്ടിക്കിൾ 145 എന്താണെന്ന് മനസ്സിലായോ? മിനിമം 5 ജഡ്ജസിന്റെ ഒരു ബെഞ്ച് രൂപീകരിച്ച് വേണം ഈ റെഫറൻസ് ആൻസർ ചെയ്യാൻ. മനസ്സിലായോ? പിന്നെയുണ്ട് പിന്നെ ഇവിടെ ആർട്ടിക്കിൾ 142ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ പവേഴ്സ് ആണ്. സുപ്രീം കോടതിക്ക് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഏത് മാറ്ററിൽ ഇടപെട്ട് അവർക്ക് സൊല്യൂഷൻസ് കൊടുക്കാനുള്ള പവറാണ് ആർട്ടിക്കിൾ 142 എന്ന്. ആ പവർ ഉപയോഗിച്ചാണ് അവരിപ്പോ പ്രസിഡന്റിനൊക്കെ ഒരു ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നതിന് ടൈം ലിമിറ്റ് വെച്ച്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ടൈം ലിമിറ്റ് ഇല്ല. ആ ടൈം ലിമിറ്റ് വന്നതാണ് ഇപ്പൊ പ്രശ്നമായത്. ടൈം ലിമിറ്റ് 3 months ഒക്കെയാണ് പ്രസിഡന്റിനൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെക്കാൻ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 142 പവേഴ്സ് അധികാരം നൽകുന്നുണ്ടെന്നുള്ളത് പ്രസിഡൻഷ്യൽ റെഫറൻസിൽ അവർ ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ പവേഴ്സ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് തീരുമാനം പറയാനുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഓർഡറുകൾ പുറപ്പെടുവിക്കാനുള്ള. പിന്നെ കുറെ ഈ അടുത്ത കാലത്ത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള പ്രസിഡൻഷ്യൽ റെഫറൻസസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഈ പറയുന്നത്. ദ്രൗപദി മുർമുവിന്റെ പ്രസിഡൻഷ്യൽ റെഫറൻസ് മാത്രമല്ല, കുറെ കാര്യങ്ങൾ ഈ പറയുന്നുണ്ട്. ഒരു നല്ലൊരു ആർട്ടിക്കിൾ അത് വായിച്ചു. ഈ പേജൊന്നും വേണ്ട, അതിനടുത്ത പേജിൽ പോകുമ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 8 killed in ഇൻഫെർണോ. ഇൻഫെർണോ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ തീപിടുത്തങ്ങളാണ് ഇൻഫെർണോ എന്ന് പറയുന്നത്. വലിയ തീപിടുത്തം, വലിയ അഗ്നിബാധകളെയാണ് ഇൻഫെർണോ. അതൊരു വൊക്കാബുലറി ആണ്, അത് പഠിച്ചു വെച്ചാണ് ഇൻഫെർണോ. അപ്പൊ മഹാരാഷ്ട്രയിലെ സോലാപൂരിലാണ് വേറൊരു ഇൻഫെർണോ ഉണ്ടായത്. മഹാരാഷ്ട്രയിലെ സോലാപൂർ ഈസ് ഇൻ മഹാരാഷ്ട്ര. അവിടെ ഒരു ഗാർമെന്റ് ഫാക്ടറിയിലാണ്. ഹൈദരാബാദിലും ഇന്നലെ ഇൻഫെർണോ ഉണ്ടായി. പിന്നെ ഇത് കോൺഗ്രസ്, അത് പാർട്ടി റിലേറ്റഡ് ന്യൂസ് ഒന്നും നമുക്ക് വേണ്ട. താഴെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ISRO സാറ്റലൈറ്റ് ലോഞ്ച് വെന്റ് എവറി മിനിറ്റ്സ് ആഫ്റ്റർ ലിഫ്റ്റ് ഓഫ് ഡ്യൂട്ടി ഗ്ലിച്ച്. ഏത് സാറ്റലൈറ്റാ പോയത്? PSLV C61 എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിൾ ആണ്. PSLV 61 ലോഞ്ച് വെഹിക്കിൾ ആണ്. സാറ്റലൈറ്റ് EOS-09, EOS എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഹിന്ദുവിൽ അതിന്റെ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Constitution is supreme, not judiciary or executive, says Chief Justice B.R. Gawai. B.R. Gawai, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞേക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം, അല്ലാതെ ഇന്ത്യയുടെ ലെജിസ്ലേച്ചറോ സുപ്രീം കോർട്ടോ ഒന്നും അല്ല എന്ന് അദ്ദേഹം പറഞ്ഞേക്കുക. അതിപ്പോ ഈ ഇടയ്ക്ക് ലെജിസ്ലേച്ചർ ആണോ അതോ സുപ്രീം കോർട്ട് ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ സുപ്രീം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് വന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൊടുത്തേക്കുന്നതായിരിക്കും. ഇത് ഇവരാരും അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നിതീഷ് കുമാർ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് അതിൽ ഇവിടെ വരുന്നുണ്ട്. പിന്നെ താഴെ വരുമ്പോ താഴെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല, താഴെയൊക്കെ പൊളിറ്റിക്സ് ആണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ടു അപ്രൈസ് FATF ഓഫ് ലേറ്റസ്റ്റ് എവിഡൻസ് ഓൺ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പാകിസ്ഥാൻ. അത് ഞാൻ പറഞ്ഞു. FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. FATF ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഇനി ചെയ്യാൻ പോണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓൾറെഡി പാകിസ്ഥാനിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ബ്ലാക്ക് ലിസ്റ്റിൽ ആയില്ല. ബ്ലാക്ക് ലിസ്റ്റിലായ രാജ്യങ്ങളുണ്ട്. നോർത്ത് കൊറിയ, ഇറാൻ ഒക്കെ FATFന്റെ ബ്ലാക്ക് ലിസ്റ്റിലുള്ള രാജ്യങ്ങളാണ്. പിന്നെ ജയശങ്കർ ടു വിസിറ്റ് ജർമ്മനി, നെതർലാൻഡ്സ് ആൻഡ് ഡെൻമാർക്ക് എന്നൊരു ന്യൂസ് കാണാം. ഇപ്പൊ ഇന്ത്യയിലെ MP-മാരുടെ സംഘങ്ങൾ, ശശി തരൂർ ഉൾപ്പെടെ ലീഡ് ചെയ്യുന്ന സംഘങ്ങൾ ലോകം മുഴുവനും സഞ്ചരിച്ച് ഇന്ത്യയുടെ പൊസിഷൻ അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ ജയശങ്കർ ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ജർമ്മനി ഈ 3 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ്? ആ 3 രാജ്യങ്ങളിലും പോയിട്ട് ഇതുപോലെ ഇന്ത്യയുടെ പൊസിഷൻസ്, കാര്യം ഈ രാജ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഡെൻമാർക്കും നെതർലാൻഡ്സും ജർമ്മനിയൊക്കെ യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അവിടേക്കൊക്കെ ജയശങ്കർ പോവുകയാണ്. പിന്നെ ഇന്നലെ ലഷ്കർ ടെററിസ്റ്റ് കിൽഡ് ബൈ ഗൺമെൻ ഇൻ പാകിസ്ഥാൻ. ഇത് ഇന്ത്യ ചെയ്യുന്നതാണ് നമുക്ക് ഒരിക്കലും ഒഫീഷ്യലി കൺഫേം ചെയ്ത് പറയാൻ പറ്റൂല. പക്ഷെ പലപ്പോഴും പറയാറുണ്ട് ഈ അജ്ഞാതം, ഇന്നലെ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള 3 ഗൺമെൻ ആണ് പാകിസ്ഥാനിൽ. പാകിസ്ഥാന്റെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി കഴിയുന്ന ഒരു ടെററിസ്റ്റ് ആണ്. ടെററിസ്റ്റിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലഷ്കർ ഇ തയ്യബയുടെ ഈ ടെററിസ്റ്റ്. അപ്പൊ അയാള് പാകിസ്ഥാന്റെ സെക്യൂരിറ്റി ഉണ്ട് ഗവൺമെന്റാ, പക്ഷെ പുള്ളിയെ കില്ല് ചെയ്തു. ഇന്ത്യയിൽ 2006-ലും 2005-ലും ഒക്കെ നടന്ന പല ടെററിസ്റ്റ് അറ്റാക്കുകളുടെയും മാസ്റ്റർ മൈൻഡ് ആയിരുന്നു പുള്ളി. അപ്പൊ 10-20 വർഷത്തിന് ശേഷം നമ്മളപ്പം
വർഷങ്ങൾക്ക് ശേഷം, ഡെക്കേഡ്സ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളെ റഡാറിൽ അവരുണ്ടെന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അപ്പം ഈ അൺഐഡന്റിഫൈഡ് ഗൺമെൻ നമ്മളെ ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഒഫീഷ്യലി അങ്ങനെ കൺഫേം ചെയ്ത് പറയാൻ പറ്റൂല. പക്ഷെ എന്തായാലും അത് നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ താഴോട്ട് വരുമ്പം വേറെ ഒന്ന് നമുക്ക് IIT ബോംബെ സസ്പെൻസ് ടൈസ് വിത്ത് ടർക്കിഷ് യൂണിവേഴ്സിറ്റീസ്. അറിയാലോ, ടർക്കി പ്രോഡക്ട്സ് ഒക്കെ നമ്മളിപ്പം എന്താ പറയുന്ന ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ടർക്കിയിലേക്കുള്ള ടൂറിസ്റ്റുകൾ അവരുടെ ട്രാവലിംഗ് ക്യാൻസൽ ചെയ്യുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് IIT ബോംബെ അവരായിട്ടുള്ള ടർക്കിഷ് യൂണിവേഴ്സിറ്റീസുമായിട്ടുള്ള ടൈസ് ഒക്കെ സസ്പെൻഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. 17 MPs ഇൻക്ലൂഡിംഗ് കിഷൻ എന്ന് പറഞ്ഞ രവി കിഷൻ എന്ന് പറഞ്ഞ MP ആണ്, സുപ്രിയ സുലെ, ഇവർക്കൊക്കെ സൻസദ് രത്ന അവാർഡ്, MP-മാർക്ക് കൊടുക്കുന്ന അവാർഡാണ് സൻസദ് രത്ന. ഇന്ത്യയിലെ ബെസ്റ്റ് MP-മാർക്ക് കൊടുക്കുന്ന അവാർഡാണ് സൻസദ് രത്ന അവാർഡ്. ജസ്റ്റ് ആ പേര് നിറഞ്ഞു വെച്ചേക്കുക, സൻസദ് രത്ന എന്നുള്ള പേര്, സൻസദ് രത്ന അവാർഡ്. അല്ലാതെ കിട്ടിയ MP-മാരുടെ പേരൊന്നും പഠിച്ചിട്ടും കുഴപ്പമില്ല. പിന്നെ ഇവിടെ അദാനി പാർട്ട്നേഴ്സ് വിത്ത് US ഫേം ടു ഡെവലപ്പ് ASW സൊല്യൂഷൻസ് എന്ന ന്യൂസ് ആണ്. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്നൊരു കമ്പനി ഉണ്ട്. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ്, അദാനി ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കമ്പനീസ് ഉണ്ടായാലും ഒരെണ്ണമാണ് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ്. അവർ അമേരിക്കയുടെ സ്പാർട്ടൺ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പിലായി. സ്പാർട്ടൺ എന്ന് പറഞ്ഞാൽ എന്തിനെന്ന് വെച്ചാല് നമ്മള് ഈ ആന്റി സബ്മറൈൻ വാർഫെയറിനുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ, ആന്റി സബ്മറൈൻ വാർഫെയർ, അതാണ് ASW, ആന്റി സബ്മറൈൻ, അതായത് അന്തർവാഹിനികളെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ, ആന്റി സബ്മറൈൻ വാർഫെയറിനുള്ള ആയുധങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് സ്പാർട്ടൺ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയായിട്ട് പാർട്ണർഷിപ്പിലായി. അതൊക്കെ ഇപ്പൊ നമ്മൾ ഈ യുദ്ധത്തിലൊക്കെ പാകിസ്ഥാനായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കമ്പനീസിന്റെ ഡ്രോൺസും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ഡിഫൻസ് മേഖലയിൽ പ്രൈവറ്റൈസേഷൻ വന്നതിന്റെ ഗുണം നമുക്ക് കിട്ടും. പിന്നെ അശ്വനി വൈഷ്ണവിന്റെ ഒരു ഫോട്ടോകളെ കാണാം. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് IT അതിന്റെയൊക്കെ മിനിസ്റ്റർ ആണ്. അതിന്റെ മാത്രമല്ല, ഞാൻ ഇപ്പൊ ഇത് പറയാം, ഇലക്ട്രോണിക്സിന്റെ IT മിനിസ്റ്റർ പറയാൻ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണിത്. സ്കീം ഫോർ മേക്കിംഗ് ഇലക്ട്രോണിക് പാർട്സ് ഗെറ്റ് ഗുഡ് റെസ്പോൺസ്. ഗവൺമെന്റിന്റെ 23,000 crores എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 22,805 crore ഒരു സ്കീമുണ്ട്, ഇലക്ട്രോണിക് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം, ECMS എന്ന് പറയും, ഇലക്ട്രോണിക് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇപ്പൊ നമുക്കറിയാം, ഐഫോൺ തന്നെ ഏറ്റവും കൂടുതൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയ. അപ്പൊ അതെല്ലാം ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് അല്ലേ. അപ്പൊ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അതുപോലെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ടും ഒരുപാട് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ അണ്ടറിലാണ്. എന്തായിരുന്നു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്നുള്ളത്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ. എന്റെ PLA അത് തന്നെ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അതിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചറിങ്ങിനും ഒക്കെ നമ്മൾ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അപ്പൊ അങ്ങനെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ ബൂസ്റ്റപ്പ് ആവുന്നു, സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ ബൂസ്റ്റപ്പ് ആവുന്നു. പക്ഷേ ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചർ അല്ലെങ്കിൽ കമ്പോണൻസിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഐഫോൺ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഐഫോൺ മാനുഫാക്ചറുകളെ കമ്പോണൻസിന്റെ ഇൻഡസ്ട്രി ഇന്ത്യയിൽ അല്ലെങ്കിൽ ആ കമ്പോണൻസ് മാനുഫാക്ചറിങ്ങിന് അല്ലെങ്കിൽ കമ്പോണൻസിന്റെ വേണ്ടി നമ്മൾ ചൈനയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ ഇമ്പോർട്ടിന്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം സ്റ്റാർട്ട് ചെയ്തത്. അത് 22,805 crores സ്കീമാണ്. അതിലിപ്പോ ഗുഡ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നു. താഴോട്ട് വരുമ്പോ സരോജ് ഘോഷ്, പുള്ളിയുടെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം. വലിയൊരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇന്ത്യ സയൻസ് മ്യൂസിയം മൂവ്മെന്റിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യയിൽ സയൻസ് മ്യൂസിയങ്ങളില്ലേ, അപ്പൊ ആ സയൻസ് മ്യൂസിയം മൂവ്മെന്റിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്ന ആളാണ് സരോജ് ഘോഷ്. ഹി വാസ് എ വെരി ഫേമസ് സയന്റിസ്റ്റ്. അദ്ദേഹം US-ലായിരുന്നു, സെറ്റിൽഡ് ആയിരുന്നു, മരിച്ചു. ഇന്നലെ US-ൽ വെച്ചാൽ മരിക്കുന്നത്. 1979 തൊട്ട് 1997 വരെ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന്റെ ചെയർമാനായിരുന്നു. ഒരു 10-18 വർഷം ഇന്ത്യയുടെ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന്റെ ചെയർമാനായിരുന്നു. നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന്റെ. ഇനി ഈ ബിസിനസ് പേജിലില്ല ഇന്ന്, കാര്യം മൺഡേയിൽ അത് കാണത്തില്ല. ഈ പേജിന്റെ വലിയ ആവശ്യം നിങ്ങൾക്കില്ല. അതിന്റെ അടുത്ത പേജ് ഇപ്പോൾ വേൾഡ് പേജില് 2-3 രാജ്യങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പഠിക്കാം. ഇപ്പൊ റുമേനിയ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യമാണ് റുമേനിയ എന്ന് പറയുന്നത്. റുമേനിയയിൽ ഇലക്ഷൻ നടക്കുന്നു. പോളണ്ടിൽ അത് യൂറോപ്യൻ രാജ്യം, അവിടെ ഇലക്ഷൻ നടക്കുന്നു. പോർച്ചുഗൽ അനദർ യൂറോപ്യൻ രാജ്യം, അവിടെ ഇലക്ഷൻ നടക്കുന്നു. അതിന്റെയൊക്കെ റിസൾട്ട് ഇപ്പൊ വരും. അതിനുശേഷം നമ്മൾ പഠിച്ചാൽ ഇപ്പൊ തൽക്കാലം അത് പഠിക്കണ്ട.
പിന്നെ ഇറാനും അസർബൈജാനും ചേർന്ന ഒരു ജോയിന്റ് മിലിറ്ററി ഡ്രിൽ നടത്തി. അസർബൈജാൻ ഇന്ത്യയുടെ ശത്രു ലിസ്റ്റിലുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാന്റെ ക്യാപിറ്റൽ ഏതാണ്? ബാക്കു ആണ്. അസർബൈജാന്റെ ക്യാപിറ്റൽ ബാക്കു ആണ്. ഇറാന്റെ പ്രസിഡന്റിന്റെ പേരോട് കൊടുത്തിട്ടുണ്ട്, മസൂദ് പെസഷ്കിയാൻ ആണ്. ഇറാന്റെ പ്രസിഡന്റിന്റെ പേര് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ പുള്ളിയുടെ അസർബൈജാന്റെ പ്രസിഡന്റിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. അല്ല, അസർബൈജാന്റെ പ്രസിഡന്റ് പേരും കൊടുത്തിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. മസൂദ് പെസഷ്കിയാൻ, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാന്റെ പ്രസിഡന്റ് ആണ് മസൂദ് പെസഷ്കിയാൻ. അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹം അലിയേവ്. ഇതിന്റെ പ്രസിഡന്റ് ആണ് അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹം അലിയേവ്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അസർബൈജാന്റെ ക്യാപിറ്റൽ ഏതാണ്? ബാക്കു. ഇറാന്റെ ക്യാപിറ്റൽ അറിയായിരിക്കും, ടെഹറാൻ ആണ് ഇറാന്റെ ക്യാപിറ്റൽ. പിന്നെ ഗാസയിൽ നടക്കുന്ന അറ്റാക്ക് ഇസ്രായേലിന്റെ, അതിനെ കുറിച്ചുണ്ട്. ഡിഫൻസ് ജിയോ പൊളിറ്റിക്സ് ട്രേഡ് ഓൺ ദ കാർഡ്സ് ഫോർ സ്റ്റാർമർ അറ്റ് UK's റീസെന്റ് സമ്മിറ്റ് വിത്ത് EU. യൂറോപ്യൻ യൂണിയൻ ആണല്ലോ EU. ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോയ രാജ്യമാണ് UK. അതിനെ ബ്രെക്സിറ്റ് എന്നാ പറയുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK വിട്ടുപോയത് ബ്രെക്സിറ്റ്. അപ്പൊ അതിനുശേഷം യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനുമായിട്ട് ഇപ്പം ഒരു സമ്മിറ്റ് വരാൻ പോയി. അതിനെ കുറിച്ചാണ് ഇപ്പൊ കീർ സ്റ്റാമർ UKയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോ കൂടെ കാണാം. UKയുടെ പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന റെസിഡൻസിന്റെ പേര് നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് എന്നാണ്. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് UK പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന വീട്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന വീടിന്റെ പേരെന്താണ്? നമ്പർ 7 ലോക് കല്യാൺ മാർഗ്. നമ്പർ 7 ലോക് കല്യാൺ മാർഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ താമസിക്കുന്നത്. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ താമസിക്കുന്നത്. അപ്പൊ എന്തായാലും UKയും EU യൂറോപ്യൻ യൂണിയൻ തമ്മിൽ വീണ്ടും ഒരു മീറ്റിംഗ് ഒക്കെ വരികയാണ്. യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. ബ്രസൽസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ സെലൻസ്കിയും വാൻസും തമ്മിൽ നടത്തിയ മീറ്റിംഗിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സെലൻസ്കി അറിയാലോ, യുക്രൈന്റെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. JD വാൻസ് യുഎസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് JD വാൻസ്. അപ്പൊ അവര് തങ്ങളിൽ ഒരു മീറ്റിംഗ് നടത്തി റോമിൽ വെച്ച്. റോം എവിടെയാണ്? ഇറ്റലിയുടെ ക്യാപിറ്റലാണ് റോം. പിന്നെ ഈ പേജ് ഫുൾ IPL വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതിനെ കുറിച്ച്. അത് നമുക്ക് വേണ്ട. IPL കുറിച്ചുള്ള ഒരു ന്യൂസ് നമുക്ക് ആവശ്യമില്ല. പിന്നെ മാക്സ് വെർസ്റ്റാപ്പൻ, നിലവിലുള്ള ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻ ആരാണ്? F1 ഫോർമുല 1 എന്ന് പറയുന്ന വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് ആണ് F1 ഫോർമുല 1. അതിലെ നിലവിലുള്ള വേൾഡ് ചാമ്പ്യൻ മാക്സ് വെർസ്റ്റാപ്പൻ ആണ്. ആരാണ്? മാക്സ് വെർസ്റ്റാപ്പൻ. അദ്ദേഹം ഇന്നലെ നടന്ന ഫോർമുല 1 ഐമോള എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്ന റേസ് ജയിച്ചു. അപ്പം അതിനെ കുറിച്ചാണ്. റേസ് ജയിച്ചേ ഉള്ളൂ. F1 റേസ് ജയിച്ചെന്നല്ല. F1 റേസ് ജയിക്കണമെങ്കിൽ ഇനി ഒരുപാട് കോമ്പറ്റീഷൻസ് ആണ്. പിന്നെ ഇറ്റാലിയൻ ഓപ്പൺ കാർലോസ് അൽക്കാരസ് വിൻ ചെയ്തു. പഠിച്ചു വെച്ചേക്ക. ഇറ്റാലിയൻ ഓപ്പൺ ആര് വിൻ ചെയ്തു? കാർലോസ് അൽക്കാരസ്. ഹീസ് എ സ്പാനിഷ് ടെന്നീസ് പ്ലെയർ. ഹീസ് എ ഫോമർ വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ. He yesterday defeated world number 1 Jannik Sinner. Current world number 1 tennis player is Jannik Sinner from Italy. So Carlos Alcaraz, the former world number 1 tennis player, defeated the current world number 1 Jannik Sinner from Italy. Okay, to win, he won the Italian Open. പിന്നെ under 19 SAF ഫുട്ബോൾ ടൂർണമെന്റ് ഇന്നലെ ഇന്ത്യ ബംഗ്ലാദേശിനെ തോപ്പിച്ചുകൊണ്ട് ഇന്ത്യ ജയിച്ചു. അണ്ടർ 19 സാഫ്, സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് സാഫ്. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഫുട്ബോൾ ടൂർണമെന്റ്, അതാണ് സാഫ്, SAFF. പിന്നെ എന്താണ്, പിന്നെ എന്നത്തെ പോലെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളുടെ പേരൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ലീഗ്, ബുണ്ടസ് ലീഗ ജർമ്മനിയുടെ ഫുട്ബോൾ ലീഗ്, സിരി എ ഇറ്റലിയുടെ ഫുട്ബോൾ ലീഗ്, ലാലിഗ ഇവിടെ പറഞ്ഞിട്ടില്ല, ലാലിഗയാണ് സ്പാനിഷ് ഫുട്ബോൾ ലീഗ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇതിനടുത്ത പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഗോൾഫിനെ കുറിച്ചൊക്കെയാണ്. ഗോൾഫിൽ ഇപ്പോഴത്തെ വലിയ ചില പ്ലേയേഴ്സിന്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കോട്ടി ഷെഫ്ലർ, അതുപോലെ റോറി
വക്കീൽ ലോറി. ഈ പേരൊക്കെ അവിടെ എഴുതിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ലോ, ചിലപ്പോൾ ഏതൊരു പേര് തന്നിട്ട് എന്തുകൊണ്ട് ബന്ധപ്പെട്ടതോ ചിലപ്പോൾ എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ യുവാക്കളുടെ ഇടയിൽ സ്പോർട്സ് പോപ്പുലറൈസ് എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പരിപാടിയാണ് ഖേലോ ഇന്ത്യ. അതിനെ കുറിച്ചൊരു ന്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഖേലോ ഇന്ത്യ, യൂത്തിന്റെ ഇടയിൽ സ്പോർട്സ് ആഭിമുഖ്യം കൂട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു. താങ്ക് യു.